ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ഓപ്പണിംഗ് ബെല്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ നേട്ടത്തോടെ തുടക്കം. സെൻസെക്സ് 73,000 മുകളിലും നിഫ്റ്റി 22,200 മുകളിലുമെത്തി. 1,491 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങി ആഭ്യന്തര നിക്ഷേപകർ. ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഡീസൽ കയറ്റുമതിയിൽ ഇടിവ്. 2 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞു. തിരിച്ചടിയായത് ചെങ്കടൽ സംഘർഷവും ഉയർന്ന ചരക്ക് നിരക്കും. 2025 ഇന്ത്യൻ സമ്പദ്ഘടന 7% വളർച്ച കൈവരിക്കുമെന്ന് ധനമന്ത്രാലയം. ആഭ്യന്തര ഉപഭോഗവും മെച്ചപ്പെടും. പ്രസ്താവന ധനമന്ത്രാലയം പുറത്തിറക്കിയ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ. ബ്ലൂബെറി, ടർക്കി എന്നിവയുടെ ഇറക്കുമതി തീരുവ വെട്ടിക്കുറച്ച് ഇന്ത്യ. നടപടി യുഎസുമായുള്ള കരാർ പ്രകാരം സംസ്കരിച്ച ചില ഭക്ഷ്യവസ്തുക്കളുടെ ഇറക്കുമതി തീരുവയും കുറച്ചേക്കും. എയർ ഇന്ത്യ വിസ്താര ലയനം അടുത്ത വർഷത്തോടെ പൂർത്തിയാകുമെന്ന് റിപ്പോർട്ടുകൾ. നിയമപരമായ അനുമതി ഈ വർഷം പകുതിയോടെ ലഭിച്ചേക്കുമെന്ന് വിസ്താര. ലയന നടപടികൾ അന്തിമഘട്ടത്തിൽ. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. US ഫെഡറൽ റിസർവ് നേരത്തെയുള്ള പലിശ നിരക്ക് കുറയ്ക്കുമുള്ള പ്രതീക്ഷകളൊക്കെ മങ്ങിയതോടെ US ഓഹരി വിപണി ഒരു നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിച്ചത്. അതുതന്നെ ഏഷ്യൻ വിപണികളിലും പ്രകടമായിരുന്നു. ഏഷ്യൻ വിപണിയിലും നഷ്ടത്തിലായിരുന്നു വ്യാപാരം നടന്നിരുന്നത്. എന്നാൽ മങ്ങിയ ആഗോള സൂചനകൾക്കിടയിലും ഇന്ത്യൻ ഓഹരി വിപണി നേട്ടത്തിലാണ് വ്യാപാരം തുടരുന്നത്. സൂചികളിലൊക്കെ തന്നെ ഒരു ഉണർവ് പ്രകടമാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ്. എവർ ടൈം റെക്കോർഡാണ് ഇന്നലെ നിഫ്റ്റിയിലുണ്ടായത്. ആ ഒരു ഇത് തന്നെ ഇന്നും തുടരുകയാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ നിഫ്റ്റിയിൽ ഇന്ന് പോസിറ്റീവ് മോഡിലാണ് വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് ഒഴികെ ബാക്കി എല്ലാ സൂചികകളും ഗ്രീൻ സിഗ്നലിലാണ് വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി 50ലേക്ക് പോവുകയാണെങ്കിൽ 22,195 ചെറിയൊരു ഇടിവിലേക്കാണ് വേഗം നിഫ്റ്റി 50യിൽ വന്നിരിക്കുന്നത്. അത് 1 പോയിന്റോളം ഒരു നേരിയ ഇടിവാണ് ഉണ്ടായത്. പക്ഷേ ഇന്ന് രാവിലെ തന്നെ എവർ ടൈം എന്ന പോയിന്റായി 22,248 എന്ന പോയിന്റിലേക്ക് നിഫ്റ്റി ക്രോസ് ചെയ്തിരുന്നു. ഇന്നുണ്ടായ ഏറ്റവും നഷ്ടം വന്ന പോയിന്റ് 22,193 എന്ന പോയിന്റാണ്. നിഫ്റ്റി ബാങ്കും നിഫ്റ്റി മിഡ് ക്യാപ്, നിഫ്റ്റി സ്മോൾ ക്യാപ് സൂചികളൊക്കെ പോസിറ്റീവ് മോഡിലാണ് വ്യാപാരം തുടരുന്നത്. നിഫ്റ്റി ബാങ്കിൽ 30 പോയിന്റ് ഉണർവിൽ 47,124 എന്ന പോയിന്റിലാണ് വ്യാപാരം നടക്കുന്നത്. ഇന്നലെയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളെ പോലെ തന്നെ നിഫ്റ്റി ബാങ്ക് അഥവാ സാമ്പത്തിക ഓഹരികളൊക്കെ തന്നെ വലിയൊരു പിന്തുണ ഓഹരി വിപണിക്ക് നൽകുന്നുണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 3 ചെറിയൊരു ഇടിവ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിന്റെ ഓഹരിയിൽ പ്രകടമാണ്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും വളരെ നല്ല രീതിയിലാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിലവിൽ 10 പോയിന്റ് ഇടിവിൽ 73,046 എന്ന പോയിന്റിലാണ് വ്യാപാരം നടക്കുന്നത്. പക്ഷേ 73,000 എന്ന ഒരു പോയിന്റ് നിലവിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വ്യാപാരം നടക്കുന്നത്. ഈ ആഗോള മാർക്കറ്റിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഇടിവ് ഇന്ത്യൻ ഓഹരി വിപണിയിലേക്കും വരുമോ എന്നൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിഞ്ഞേക്കാം. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. ഗുഡ് മോർണിംഗ് ശ്രീ പോൾ തോമസ്. വിപണിയിൽ എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? എന്താണ് ഇന്ന് വിപണിയിൽ നിന്ന്? ഗുഡ് മോർണിംഗ് സൂര്യ. ഇന്ന് നമ്മൾ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു എന്ന് പറയാമെങ്കിലും ഒരു ഓൾ ടൈം ന്യൂ വീണ്ടും ഓപ്പണിംഗ് ടൈമിൽ അടിച്ചു. പക്ഷേ മാർക്കറ്റ് നിൽക്കാനായില്ല. മാർക്കറ്റ് പെട്ടെന്ന് തന്നെ താഴോട്ട് വന്ന് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചോളം 22,300 ലെവലൊക്കെ ഇന്ന് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. താഴോട്ട് വരികയാണെങ്കിൽ 22,050 ലെവല് ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചോളം നല്ലൊരു സപ്പോർട്ടായിട്ട് നമുക്കിന്ന് കണക്കാക്കാവുന്നതാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ FOMCയുടെ ഒരു മിനിറ്റ്സ് US വരാനുണ്ട്. അതിനകത്ത് എപ്പോഴത്തേക്ക് US ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും, അതുപോലെ തന്നെ US ഈ മാസത്തെ എക്കണോമിക് പെർഫോമൻസ്, മറ്റ് രാജ്യങ്ങളിലുള്ള ഇൻഫ്ലേഷന്, അതിന്റെ കമ്പാരിസൺ, ഇങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ മിനിറ്റ്സില് നമുക്ക് അവർ ചർച്ച ചെയ്ത് അതിന്റെ ഒരു മിനിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ അതിന് കുറച്ചും കൂടെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് US എപ്പോൾ കുറയ്ക്കും എന്നുള്ളതിനെ പറ്റി ഒരു ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഇപ്പം ആ FOMC മിനിറ്റ്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ഇൻഫർമേഷൻ വരാനായിട്ടുള്ളത്. ഇന്ന് മാർക്കറ്റ് ഈ പറഞ്ഞ മാതിരി റേഞ്ചിനുള്ളിൽ തന്നെ നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചോളം കാണുന്നത്. നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു പ്രകടനങ്ങൾ അപേക്ഷിച്ച് ആഭ്യന്തര നിക്ഷേപകരുടെ ഉറച്ച പിന്തുണ ഇന്ത്യൻ ഓഹരി വിപണിക്ക് ഉണ്ടെന്ന് തന്നെ പറയാം. തുടർച്ചയായ 7ാം ദിവസവും അത് നിലനിർത്തുമോ എന്നൊക്കെ നമുക്ക് വരും മണിക്കൂറുകൾ അറിയാം. ഇനി കൂടുതൽ വിപണി വാർത്തകളുമായി ഉച്ചയ്ക്ക് 1:30 കാണാം. ബാക്ക് ടു SKN.